ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു കടലക്കറിയാണ് തയ്യാറാക്കുന്നത്. തേങ്ങയൊന്നും അരക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എങ്ങനെ നോക്കാം. വെളുത്ത കടല രാത്രി മുഴുവനും സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് പിന്നീടൊന്ന് കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, ഒരു വലിയ സവാള, പിന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും വേണം കേട്ടോ. ഇതെല്ലാം പാടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. സവാള കട്ടാക്കിയിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ചതക്കി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് വെക്കുന്നത്. നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചട്ടിയാണ്. സൂപ്പറാണ് കേട്ടോ. ഇത് നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും, അടിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോ ആണ് ഞാൻ വാങ്ങിയത് കേട്ടോ. 3 എണ്ണത്തിൻ്റെ ഒരു കോംബോയാണ് വാങ്ങിയത്. അപ്പോൾ അത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമ്മളിവിടെ നേരത്തെ ചതക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇത് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല, നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഈ പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, മല്ലിപ്പൊടി ചേർക്കാം, അതുപോലെ തന്നെ മുളക് പൊടി ഇതിലേക്ക് ഒരു പിഞ്ച് മാത്രം ചേർത്താൽ മതി, കൂടുതൽ ചേർക്കരുത്. ഈ ഒരു കടലക്കറിക്ക് നമ്മൾ മുളക് പൊടിയല്ല, കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം, 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും, 1 ടീസ്പൂണിൻ്റെ പകുതി ഇല്ല, ഒരു 3/4 ടീസ്പൂണോളം മീറ്റ് മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു പകുതി സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കാം. ഇത് മിക്സാക്കുമ്പോൾ നിങ്ങൾക്ക് ചട്ടിയുടെ ഗുണം അറിയാൻ പറ്റും. അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത്രയും കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കടല വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആ കടലയൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മാറ്റി വെച്ച കടല ഒന്ന് അരച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചതിന് ശേഷം ഈ ഒരു കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കടല തന്നെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചപ്പാത്തി, ചോറ്, അതുപോലെ എന്താ പറയുക, നൂൽപുട്ട്, പുട്ട് എന്തിനും പറ്റും കേട്ടോ. എന്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കടലക്കറിയാണ്. വെളുത്ത കടല കൊണ്ടും മറ്റേ കറുത്ത കടലയിലെ ബ്രൗൺ അതുകൊണ്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റിയായ കറി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി.